വിജയിച്ചവരുടെ കഥകളിൽ നമ്മൾ കാണുന്നത് ട്രോഫികളും ഗോളുകളും ആഘോഷങ്ങളും ഒക്കെയാണല്ലോ. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ എത്ര വലിയ പോരാട്ടങ്ങളുണ്ടെന്ന് പലപ്പോഴും അറിയാറില്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തനായ സ്ട്രൈക്കർമാരിൽ ഒരാളായ റോമെലു ലുക്കാക്കുവിന്റെ ജീവിതവും അങ്ങനെ ഒരു കഥയാണ്. വിശപ്പും ദാരിദ്ര്യവും നിസ്സഹായതയും അതിജീവിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ ലുക്കാക്കുവിന്റെ യാത്രയിലേക്ക്. ഇന്ന് ലോക ഫുട്ബോളിലെ സൂപ്പർ താരം. പക്ഷേ ഒരു കാലത്ത് വീട്ടിൽ ഭക്ഷണം വാങ്ങാൻ പോലും പണമില്ലാത്ത ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു അവൻ. വൈദ്യുതി മുടങ്ങിയ ദിവസങ്ങൾ, കടം വാങ്ങി ജീവിച്ച ജീവിതം, വിശപ്പും ദാരിദ്ര്യവും അപമാനവും മറികടന്ന ലോകം കീഴടക്കിയ പോരാളി. ആ ദാരിദ്ര്യമാണ് റോമെലു ലുക്കാക്കുവിനെ പോരാളിയാക്കിയത്. 1993 ബെൽജിയത്തിൽ ജനിച്ച ലുക്കാക്കുവിന്റെ ബാല്യം സുഖകരമായിരുന്നില്ല. കോങ്കോയിൽ നിന്ന് കുടിയേറിയ കുടുംബം, സാമ്പത്തികമായി വലിയ പ്രതിസന്ധി. ആ ദാരിദ്ര്യത്തിൽ നിന്നാണ് ലോക ഫുട്ബോളിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അച്ഛൻ മുൻ ഫുട്ബോളർ ആയിരുന്നെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നിരുന്നു. അമ്മയുടെ നിസ്സഹായത കണ്ടപ്പോൾ കൗമാരക്കാരന്റെ മനസ്സിൽ ഒരു വാക്ക് പറഞ്ഞു: ഒരു ദിവസം ഞാൻ ഫുട്ബോൾ കളിച്ച് ഈ കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റും. ആ വാക്ക് വെറുമൊരു സ്വപ്നമായില്ല, ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിലേക്കുള്ള യാത്ര. ചെറുപ്പം മുതൽ അസാധാരണ ഗോൾ വേട്ടക്കാരൻ. ആന്റൽഹെറ്റ് അക്കാദമിയിൽ തിളങ്ങിയ ലുക്കാക്കു 16-ാം വയസ്സിൽ സീനിയർ ടീമിലെത്തി. ആദ്യ പ്രൊഫഷണൽ കരാറിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ചെയ്തത് ഒന്നു മാത്രം: വീട്ടിലെ എല്ലാ കടങ്ങളും തീർത്തു. അമ്മയ്ക്കായി കണ്ണീരില്ലാത്തൊരു ജീവിതം വാങ്ങിക്കൊടുത്തു. ഗോളുകൾ തുടരെ വന്നു. ഗോളുകൾ കൊണ്ട് യൂറോപ്പിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ പ്രീമിയർ ലീഗിലേക്കും വിളിയെത്തി. ചെൽസിയിലൂടെയായിരുന്നു ഇംഗ്ലണ്ടിലെ തുടക്കം. എന്നാൽ ആദ്യഘട്ടം വിജയമായില്ല. വെസ്റ്റ് ബ്രോം, എവർട്ടൺ ടീമുകളിലെ ലോണുകൾ ജീവിതം മാറ്റി. എവർട്ടണിൽ ഗോൾ മഴ പെയ്തതോടെ ഇംഗ്ലണ്ടിലെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി മാറി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇന്റർ മിലാൻ, വീണ്ടും ചെൽസി, വീണ്ടും ഇന്റർ, തുടർന്ന് റോമ, ഇപ്പോൾ ഇറ്റാലിയൻ ലീഗിൽ നാപ്പോളിയിൽ. ക്ലബ്ബുകൾ മാറിയെങ്കിലും ഒരു കാര്യം മാത്രം മാറിയില്ല: ലുക്കാക്കുവിന്റെ ഗോൾ വേട്ട. ബെൽജിയം ദേശീയ ടീമിനായി ലുക്കാക്കു എഴുതിയത് ചരിത്രമാണ്. രാജ്യത്തിന്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ, റെഡ് ഡെവിൾസിന്റെ സുവർണ തലമുറയിലെ ഏറ്റവും നിർണായക താരങ്ങളിൽ ഒരാൾ. വലിയ ടൂർണമെന്റുകളിൽ നഷ്ടമായ അവസരങ്ങളുടെ പേരിൽ കടുത്ത വിമർശനങ്ങളും ട്രോളുകളും നേരിട്ടു. പക്ഷേ ഓരോ തിരിച്ചടിക്കും ശേഷം കൂടുതൽ ശക്തമായി തിരിച്ചു വന്നതാണ് ലുക്കാക്കുവിന്റെ ചരിത്രം. വിശപ്പിൽ നിന്നാണ് അവന്റെ വിശപ്പ് തുടങ്ങിയത്. ഗോളുകൾക്കുള്ള വിശപ്പ്, വിജയത്തിനുള്ള വിശപ്പ്. ഇന്ന് ലോകത്തിന് റോമെലു ലുക്കാക്കു സൂപ്പർ താരമാണ്. പക്ഷേ ആ വിജയത്തിനു പിന്നിൽ ഒരമ്മയുടെ കണ്ണീരും, ആ കണ്ണീർ തുടയ്ക്കുമെന്ന് വാക്ക് നൽകിയ ഒരു മകന്റെ നിശ്ചയദാർഢ്യവുമുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.